IASകാരെ കുറിച്ചുള്ള ഒരു പരാതി, അത് IPSകാരെയും കുറിച്ചുള്ള ഒരു പരാതി. 25 ഇപ്പോഴാണെങ്കിൽ 30 വയസ്സൊക്കെ ആവും. 30 വയസ്സിനകത്ത് ഒരാൾ IAS കയറി. അപ്പോൾ തന്നെ അവർക്കൊരു ഡെപ്യൂട്ടി കളക്ടർ റാങ്കിലുള്ള അല്ലെങ്കിൽ ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി റാങ്കിലുള്ള ഒരു പോസ്റ്റ് കിട്ടും. എൻട്രി ലെവൽ തന്നെ ഒരുവിധം ശമ്പളമൊക്കെ ഉള്ള നല്ല പോസ്റ്റാണ്. കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കാർ കാണും, ക്യാബിൻ കാണും, AC കാറാണ്, AC ക്യാബിനാണ്, സ്റ്റാഫ് കാണും. പിന്നെ അവർ ഈ പുറം ലോകമായിട്ടൊരു ബന്ധമില്ല. ആകെപ്പാടെ ബന്ധമുള്ളത് ഫയലുകളുമായിട്ടാണ്. വരുന്നു, ക്യാബിനിൽ കയറുന്നു, ഇരിക്കുന്നു, നന്നായി പണിയെടുക്കുന്നവരുണ്ട്, ഇരുന്നിട്ട് നല്ല പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ 60 വയസ്സ് വരെ ജോലി ചെയ്ത് ഗുഡ് ബുക്കിൽ കയറി, 60 വയസ്സ് കഴിഞ്ഞും ഗവൺമെൻറ്റിൻ്റെ ഗുഡ് ബുക്കിൽ കയറി, അല്ലെങ്കിൽ ലാസ്റ്റ് 2 വർഷമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗവൺമെൻറ്റിന് പക്ഷപാതിത്വമുള്ള എല്ലാ ഫയലുകളും കണ്ണടച്ച് വിട്ടുകൊണ്ട് അങ്ങനെ ഒരുപാട് IAS ഉണ്ട്. ഞാൻ ആരെയും പേര് പറയുന്നില്ല, ഞാൻ IAS വിരുദ്ധനൊന്നുമില്ല. അങ്ങനെയും സർക്കാരിൻ്റെ എങ്ങനെയായാലും ഗുഡ് ബുക്കിൽ കയറിപ്പറ്റി സേവനം അവസാനിപ്പിച്ച് പോകുന്ന നിരവധി ആളുകളുണ്ട്. എന്നാൽ തനിക്ക് കിട്ടിയിരിക്കുന്ന പദവി ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ പട്ടിണിപ്പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ളതാണ്, അവരുടെ ലാറ്റൻ കൊടുക്കാനുള്ളതാണ്, അവർക്ക് തൊഴിൽ കൊടുക്കാനുള്ളതാണ്, വീട് കൊടുക്കാനുള്ളതാണ്. ആ തുക കൂടി, രാജ്യത്തെ ദാരിദ്ര്യവും പട്ടിണിയും മാറ്റാനുള്ള തുക കൂടി എടുത്തിട്ടാണ് ഞാനാകുന്ന IASകാരനെ IASകാരിയെ ഈ സമൂഹം സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് IASകാരുണ്ട്. വലിയ മാറ്റമുണ്ടാക്കിയിട്ടുള്ള IASകാരുണ്ട്. TN ശേഷൻ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനെ അടിമുടി പൊളിച്ചെഴുതി ഫീൽഡിൽ നിന്ന് ഫീൽഡിലേക്ക് പോയി കംപ്ലീറ്റ് വിവരവും എടുത്ത് പ്രവർത്തിച്ചിരുന്ന TN ശേഷനെ നമുക്ക് മറക്കാനാകില്ല. ആനന്ദബോസ്, CV ആനന്ദബോസ്, ഇപ്പം അദ്ദേഹം BJPയിലാണ്, ഗവർണറാണ്. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അദ്ദേഹം IASകാരനായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ലാബ് ടു ലാൻഡ് എന്ന് പറഞ്ഞുള്ള പരിപാടി, ജനങ്ങളിലേക്ക് പോകുന്ന വലിയ പരിപാടി നടത്തിയിരുന്നു. അൽഫോൺസ് കണ്ണന്താനം, അദ്ദേഹം ഇപ്പോൾ BJPയിലാണ്. പക്ഷേ അദ്ദേഹവും കോട്ടയം കളക്ടറായിരുന്നപ്പോൾ സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് ചുക്കാൻ പിടിച്ചു. ലാൻഡ് യൂസ് ബോർഡ് കമ്മീഷണർ ആയിരുന്നപ്പോൾ ജലപരിസ്ഥിതി സ്വദേശി സന്ദേശ യാത്ര നടത്തി കാസർഗോഡ് തിരുവനന്തപുരം വരെ. SM വിജയാനന്ദ്, അദ്ദേഹം റൂറൽ ഡെവലപ്മെൻറ്റിൽ നിന്ന് തുടങ്ങി സർവീസ് ആരംഭിച്ച് അവസാനം ചീഫ് സെക്രട്ടറി വരെ എത്തിയ SM വിജയാനന്ദ് IAS ധാരാളമായി ജനങ്ങളിലേക്ക് പോയി ജനകീയ പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്ത് രാജിനും തദ്ദേശ ഭരണ സംവിധാനത്തിനും വലിയ മാനം കൊടുത്തിട്ടുള്ള IASകാരനാണ്. രാജമാണിക്യം എറണാകുളം കളക്ടറായിരുന്നപ്പോൾ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാനായി ബന്ധപ്പെടുത്തി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തു. പ്രോജക്റ്റുകൾ, അങ്ങനെ പ്രോജക്റ്റുകൾ ചെയ്തവരുണ്ട്. പിന്നെ ഇടുക്കിയിലെ പല കളക്ടർ, ഇപ്പോഴത്തെ പുതിയ കളക്ടർമാരും ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോരുത്തരുടെ പേര് പറയുന്നില്ല, സീനിയറായിട്ടുള്ള കുറച്ച് പേരെ പേര് പറഞ്ഞു എന്നുള്ളത്. പിന്നെ ജനകീയ പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയവരുണ്ട്, കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കി. ജെയിംസ് വർഗീസ് IASനെ പോലുള്ള ആളുകൾ, റിട്ടയർ ആയ അദ്ദേഹം. KR ജ്യോതിലാൽ IAS, അദ്ദേഹം ഇപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിയിലായിട്ടിരിക്കുന്നു. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ, ഇവരെല്ലാം ജനകീയ പദ്ധതികളിലൂടെ വിവിധ രൂപത്തിൽ ജനങ്ങളിൽ പോയിട്ടുള്ള ആളാണ്. ഈ ഡോക്ടർ B അശോകും ജലനിധിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറൊക്കെ ആയിരുന്നു. എൻ പ്രശാന്ത് കളക്ടറായിരുന്നു കോഴിക്കോടായിരുന്നപ്പോൾ വലിയ. അപ്പോൾ ജനകീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരുപാട് TN ശേഷൻ മുതലുള്ള വളരെ വ്യത്യസ്തരായിട്ടുള്ള IASകാർ ഇന്ത്യയിലുണ്ടായിരുന്നു. കൃത്യമായി ഓഫീസിലിരിക്കാതെ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന IASകാരുണ്ട്. ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ നോക്കുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തി തനിക്കാക്കി ബെടക്കാക്കരുത്. നന്മയെ നന്മയായി കാണാനും തിന്മയെ തിന്മയായി കാണാനും, പുതിയതൊരു കാര്യം വന്നാൽ കീഴ്വഴക്കം ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ പറ്റൂ എന്ന് പറയാതെ പുതിയതിനെ തേടണം മലയാളി. പലപ്പോഴും പുതിയത് തേടുന്നതിൽ വിമുഖതയുള്ളവരാണ്. കീഴ്വഴക്കങ്ങളാണ് മലയാളിക്ക് പ്രധാനം. ചട്ടങ്ങളുടെയും നിയമങ്ങളും എല്ലാം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അത് എടുത്തുപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ രീതി വരുന്നത്. സർവകലാശാലകൾക്ക് സ്വതന്ത്ര അധികാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥാലം സർവതന്ത്ര സ്വതന്ത്രമായി പ്രവർത്തിക്കുക, പിന്നെ സർക്കാരുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല എന്നല്ല. കൃത്യമായി ക്യാബിനറ്റിൻ്റെയും സർക്കാരിൻ്റെയും കീഴിലാണ് ഏത് സർവകലാശാലയും ഏത് ഓട്ടോണമസ് സ്ഥാപനവും രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും സംവിധാനമെല്ലാം സർക്കാരിൻ്റെ കീഴിലാണ്. അങ്ങനെ സർക്കാരിൻ്റെ കീഴിലിരിക്കുന്ന ഒരു സ്ഥാപനത്തെ സർക്കാരിൻ്റെ തന്നെ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലിരിക്കുന്ന ആൾ നേരിട്ട് യൂണിവേഴ്സിറ്റി ചെന്ന് VCയുമായി സംസാരിക്കുന്നത് നല്ലതല്ലേ? ഡോക്ടർ B അശോക് ഒരു VC ആയിരുന്ന ആളാണ്, ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയിരുന്ന ആളാണ്.
വെറ്റിനറി സർവകലാശാലയുടെ സ്പെഷ്യൽ ഓഫീസർ എന്നുള്ള നിലയിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടതെന്ന് നന്നായി അറിയാമെന്നുള്ള ആളാണ്. യൂണിവേഴ്സിറ്റിൻ്റെ സോട്ട്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ് നന്നായി അറിയാമെന്നുള്ള ആളാണ് ഡോക്ടർ ബി അശോക്. കാർഷിക സർവകലാശാല VC-യുമായിരുന്നു. അങ്ങനെയുള്ള ആൾ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ നിർബന്ധമായും അദ്ദേഹം സർവകലാശാലകൾ സന്ദർശിക്കുകയാണ് വേണ്ടത്. സർവകലാശാലകൾ സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് അവർക്കാവശ്യമായ സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഈ സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഫയലുകൾ നോക്കേണ്ടി വരും. അതിനങ്ങനെ എടുക്കാം നമുക്ക്. അല്ലാതെ വിജിലൻസ് സംവിധാനവും ധനകാര്യ വിജിലൻസ്, സർക്കാരിൻ്റെ വിജിലൻസ്, വേറെ സംവിധാനങ്ങളുണ്ട്. അത് കുറ്റം കണ്ടുപിടിക്കാൻ പോണതാണ്. ഇത് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നതാണ്. സപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിനും ഫയൽ നോക്കാം, കുറ്റം കണ്ടുപിടിക്കുന്നതിനും ഫയൽ നോക്കാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന, ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ എന്തിനാണ് നമ്മൾ കുത്തിത്തിരിപ്പുണ്ടാകുന്നത്? വാർത്ത വരുന്നു, മന്ത്രിയുടെ ശ്രദ്ധയിൽ വരുന്നു, മന്ത്രി അതിനകത്തെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ ആരെങ്കിലും ക്രിയേറ്റീവായി ജോലി ചെയ്യാൻ ശ്രമിച്ചാൽ, ഇപ്പം നാളെ ഡോക്ടർ ബി അശോക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പോയി അവിടുത്തെ ഫയൽ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ആക്ഷൻ VC-ക്കെതിരെയോ ആർക്കെതിരെയോ ഒന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ ഒരു സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ഒരു IAS-കാരൻ അവരുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഒന്ന് പരിശോധന എന്ന് പറഞ്ഞാൽ വാക്ക് മാറി. പരിശോധിക്കാനുള്ള ഏർപ്പാടൊന്നുമില്ല അവിടെ. മാൻഡേറ്റും ഇല്ല, ഏർപ്പാടുമില്ല. മാൻഡേറ്റ് ഉണ്ട്, പക്ഷേ ഏർപ്പാടില്ല. അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ വിസിറ്റ് ചെയ്ത് ആ സർവകലാശാലകളെ അവരുടെ യഥാർത്ഥ പ്രശ്നം എന്തെന്ന് VC-യുമായി ഒന്ന് ഡിസ്കസ് ചെയ്ത് ഒക്കെ പോകുന്നത് നല്ലതല്ലേ? പുതിയൊരു കൾച്ചറല്ലേ? ആ കൾച്ചറിൽ നമ്മൾ വരണ്ടേ? സർവതന്ത്ര സ്വതന്ത്രമായി ഓട്ടോണമസ് ഉണ്ട് എന്നോട് പറഞ്ഞുകൊണ്ട് എന്തും ചെയ്യാം, അത് യൂണിവേഴ്സിറ്റി ആയാലും മറ്റ് സ്ഥാപനങ്ങളായാലും എന്ന് പറയുന്നിടത്ത് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഡോക്ടർ ബി അശോക് തുടങ്ങി വയ്ക്കുന്ന ഈ യജ്ഞം തുടരണം. ഞാൻ TN ശേഷൻ്റെ കഥ പറഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. എത്രയോ IAS-കാർ ഞാൻ പറഞ്ഞല്ലോ, TN ശേഷൻ, അൽഫോൺസ് കണ്ണന്താനം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇദ്ദേഹം CV ആനന്ദബോസ്, വിജയാനന്ദ്, പിന്നെ ജെയിംസ് വർഗീസ്, പിന്നെ ബിജു പ്രഭാകർ, ഓപ്പറേഷൻ ആനന്ദയുടെയൊക്കെ ഭാഗമായി ധാരാളം ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തിയിട്ടുള്ള IAS-കാരാണ്. പിന്നെ KR ജ്യോതിലാൽ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട്, പിന്നെ അതുപോലെ തന്നെ രാജമാണിക്യം, പിന്നെ N പ്രശാന്ത് കോട്ടയത്ത് കോഴിക്കോട് ഇരുന്നപ്പോൾ, അങ്ങനെ കളക്ടർമാരായിട്ടിരിക്കുമ്പോഴും, പിന്നെ തിരുവനന്തപുരം കളക്ടർ കുറേ പ്രോഗ്രാം എടുത്തിട്ടുണ്ട്, ഇടുക്കി കളക്ടർ പ്രോഗ്രാം എടുത്തിട്ടുണ്ട്. അങ്ങനെ ജനകീയ, അതായത് തൻ്റെ ഫയലിൽ താൻ രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഓഫീസിലിരുന്ന് AC റൂമിലിരുന്ന് ഫയൽ നോക്കുന്നതിനപ്പുറം, AC കാറിൽ കയറി AC ഉള്ള വീട്ടിൽ പോയി താമസിക്കുന്നതിനപ്പുറം ജനങ്ങളുടെ ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നു, ഡിപ്പാർട്ട്മെൻറ്റുകളെ സഹായിക്കുന്നു, ഓട്ടോണമസ് സ്ഥാപനങ്ങളെ സഹായിക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ദയവായി മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും.